നമുക്ക് ബാലിനെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മീനാക്ഷിയോട് മിത്ര കാര്യങ്ങളൊക്കെ പറയാണ്. അതെ, ആകാശേണ്ണ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തി മീനാക്ഷി ചേച്ചിയോട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ വീണ മാഡത്തിന്റെ ഹസ്ബൻഡ് അല്ലേ അപ്പച്ചിയുടെ കയ്യിൽ ആ പണം കൊണ്ട് ഏൽപ്പിച്ചേ. അപ്പൊ പിന്നെ ആകാശേണ്ണ എങ്ങനെ തെറ്റുകാരനാവെന്ന് ചോദിച്ചു. അപ്പോഴാണ് മീനാക്ഷി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആ സമയം മിത്ര പറഞ്ഞു ഇതിനകത്ത് വേറെന്തോ ചതി നടന്നിട്ടുണ്ട്. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഒരു പക്ഷേങ്കിൽ ഇനി ആകാശ് പറഞ്ഞു വിട്ട് ചെയ്യിച്ചാണോ? അങ്ങനെ ചെയ്യുവോ? വീണാ മാഡത്തിന്റെ ഹസ്ബൻഡ് അങ്ങനെ ചെയ്യുവോ എന്ന് ചോദിച്ചു. അത് ശരിയാണല്ലോ, വല്ലാത്തൊരു ടെൻഷനായി പോയി മീനാക്ഷിക്ക്. ഇത്ര സമയം മീനാക്ഷി വിചാരിച്ചോണ്ടിരുന്നെ ആകാശാണ് തന്നെ കുടിക്കുന്നുള്ളതാണ്. മിത്ര പറഞ്ഞു ആകാശേണ്ണ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ആകാശേണ്ണ മീനാക്ഷി ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമല്ലേ, അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമോന്നൊക്കെ ചോദിച്ചു. സാരമില്ല, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, നമുക്ക് സത്യങ്ങൾ അധികം വൈകാതെ തന്നെ കണ്ടെത്താം, പുറത്തു കൊണ്ടുവരാം. മീനാക്ഷി ചേച്ചി ഇവിടെ കിടക്കാനൊന്നും പോകുന്നില്ല, മീനാക്ഷി ചേച്ചിയെ ഞങ്ങൾ രക്ഷിക്കൂന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസം കൊടുത്തു. അതിനുശേഷം പറഞ്ഞു ഈ ആഹാരം കഴിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ട മിത്ര, എനിക്ക് വിശക്കണില്ല എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മീനാക്ഷി ചേച്ചി ആഹാരം കഴിച്ചില്ലെങ്കിലേ ഞങ്ങൾക്ക് സങ്കടമാവെന്ന് പറഞ്ഞു. കഴിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് മിത്ര ആഹാരം അങ്ങനെ പൊതിച്ചോറങ്ങനെ തുറന്നു കൊടുക്കുവാണ്. മീനാക്ഷിയെ നിർബന്ധിച്ച് കഴിപ്പിക്കുവാണ്. ഈ സമയത്താണ് സി ഐ അങ്ങോട്ടേക്ക് വരുന്നത്. സി ഐ ഈ കാഴ്ച കണ്ടു. സി ഐ പെട്ടെന്ന് കൂടി പാഞ്ഞു വന്നിട്ട് ആ ഡെസ്കിനിട്ട് ഒറ്റ തൊഴിയായിരുന്നു. ചോറ് സാധനങ്ങളും എല്ലാം കൂടെ നിലത്തേക്ക് വിടും. ആ സമയത്ത് പുറത്തുണ്ടായിരുന്ന കോൺസ്റ്റബിൾ പാഞ്ഞങ്ങോട് വന്നു. അയാൾ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ നേരെ ചാടി കടിക്കുകയാണ്. താൻ എന്ത് പരിപാടിയാണ് കാണിച്ചേ? ഇവരെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് കയറ്റി വിട്ടേന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ സാറേ ആഹാരം കൊടുക്കാനാന്ന് പറഞ്ഞപ്പോ ആഹാരം കൊടുക്കാന് ഇവർ ഈ ആഹാരത്തിനകത്ത് വല്ല വിഷവും കലർത്തിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ താൻ ഉത്തരവാദിത്വം പറയുമോന്ന് ചോദിച്ചു. അല്ല സാറേ അത്. അപ്പോഴേക്കും മിത്ര പറഞ്ഞു സാറേ ഞാൻ അതിനകത്ത് വിഷമൊന്നും കലർത്തിയിട്ടില്ല, ഇത് എന്റെ ചേച്ചിയാ, എന്റെ ചേച്ചി ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞു. കൂടുതൽ ന്യായമൊന്നും പറയണ്ട, ഇറങ്ങി പോയിക്കോ മര്യാദയ്ക്ക് അവിടുന്ന്. അവൾക്ക് ആഹാരം കൊടുക്കണേ ഞങ്ങൾ കൊടുത്തോളാം, നീ കൊണ്ടേ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു സാറേ ഇതെന്റെ അനുജത്തിയാണ്, അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. പിന്നെ സാറ് എന്തിനു വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്തേന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നീ കൂടുതലൊന്നും മിണ്ടണ്ട. അവൾ കൈക്കൂലി കേസിൽ അറസ്റ്റിലായിട്ട് അവളുടെ ഒരു ഇത് കണ്ടില്ലേ, ഒരു പവർ കണ്ടില്ലേ, നീ ആരാന്ന നിന്റെ വിചാരം? അടങ്ങിയിരിക്കടി, ഒരു പൊടിക്കോ താഴടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചീത്ത പറയണേ. മിത്രയ്ക്ക് സങ്കടമായിപ്പോയി. ആഹാരം പോലും നേരെ ചൊവ്വേ കഴിപ്പിച്ചില്ല. കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ് സി ഐ കയറി വന്നത്. അങ്ങനെ മിത്ര പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബാലൻ ചോദിച്ചു എന്തായി മോളെ? മീനാക്ഷി ആഹാരം കഴിച്ചോന്ന് ചോദിച്ചു. ഇല്ല അങ്കിളെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. ആ സി ഐ അയാളൊരു ക്രൂരനാന്ന് പറഞ്ഞു. അയാൾക്ക് എന്തോ ഇതിനകത്ത് പങ്കുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. മീനാക്ഷി ചേച്ചിയൊക്കെ ആ ആഹാരം കഴിപ്പിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ അയാളോട് പോയി ചോദിക്കാന്ന് പറഞ്ഞു. വേണ്ട അങ്കിളെ, ഇപ്പൊ ചോദിച്ചുകൊണ്ട് ഒരു പ്രയോജനമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. വെറുതെ നമ്മൾ നാണം കെടാന്ന് മാത്രമേ ഉള്ളൂ. അയാൾക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുള്ള പോലെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അയാളുടെ പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെയാ തോന്നിയെന്ന് പറഞ്ഞു. അത് മീനാക്ഷിക്കും തോന്നിയ കാര്യമായിരുന്നു. ഈ സമയത്ത് ധർമ്മനും ആര്യനും കൂടെ ആകാശിനെ അന്വേഷിക്കുന്നുണ്ട്. ആകാശ് എവിടെയാ എന്താന്നൊരു വിവരം കിട്ടിയില്ല. കുറെ സമയം കഴിഞ്ഞ് അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴത്തേനുമാണ് കടപ്പുറത്ത് പോയി ആകാശ് ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവർ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ധർമ്മൻ ചെന്നിട്ട് ചോദിച്ചു എന്താടാ ആകാശ്, നീ എന്താ ഇവിടെ വന്നിരിക്കണമെന്ന് ചോദിച്ചു. ആകാശ് പെട്ടെന്ന് ധർമ്മനെ കെട്ടിപ്പിടിച്ച് കരയാണ്. മാമ ഞാൻ എടാ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മാമ, പക്ഷെ മീനു അത് വിശ്വസിക്കുന്നില്ല. അവള് പറയുന്നത് ഞാനാണ് ചെയ്തതെന്ന്. എന്റെ മീനുവിനെ കൊടുക്കാൻ ഞാൻ ശ്രമിക്കുമോ? ഒരിക്കലും ഇല്ല. എന്റെ മീനുവിന് അങ്ങനെ ഒരു കാര്യം കൈക്കൂലി കേസിൽ കുടുക്കിയിട്ട് എനിക്ക് ലൈസൻസ് മേടിക്കാൻ ഞാൻ ശ്രമിക്കുമോ? ഇല്ല. പക്ഷെ അച്ഛൻ പോലും എന്നെ വിശ്വസിക്കുന്നില്ല. ഞാൻ ആ തെറ്റുകാരെന്നാ പറയണേ. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു ആകാശത്തെ സങ്കടപ്പെടാതെ നമുക്ക് കണ്ടെത്താം, ഇതാരാ ചെയ്തതെന്നൊക്കെ കണ്ടെത്താന്ന് പറഞ്ഞു. ആകാശ് പറഞ്ഞു എനിക്കറിയില്ല ഇതാരാ ചെയ്തതെന്ന്. അമ്മയുടെ കയ്യിൽ കൊണ്ടേ പണം കൊടുത്തത് ഈ പറയുന്ന വീടാമാളത്തിന്റെ ഹസ്ബൻഡാ കൊണ്ടേ കൊടുത്തതെന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയത്തില്ല. ഇനി ഇതിപ്പോൾ ആരുടെ ചതിയാണെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് പ്ലാൻ ചെയ്തൊരു ചതിയായിരിക്കും. മീനുവിനെ മനഃപൂർവ്വം കൊടുക്കാൻ ആരോ ശ്രമിച്ചിരിക്കുന്ന, നീ അതിനകത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അപ്പോഴേക്കും ആര്യം പറഞ്ഞു 2 ദിവസം കോടതി ഇല്ലാത്തതുകൊണ്ട് മീനാക്ഷി അടുത്ത് പോലീസ് ലോക്കപ്പിൽ കിടക്കേണ്ടതായിട്ട് വരും. അതിന് അവസരം ഉണ്ടാക്കരുത്. അതിനു മുമ്പ് നമ്മൾ സത്യം തെളിയിച്ച് അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി മീനാക്ഷി അടുത്തിനെ ഇറക്കിക്കൊണ്ട് വരണം. നമ്മളെല്ലാവരും കൂടെ ആഞ്ഞ് ശ്രമിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ എന്ന് പറഞ്ഞു.
ധർമ്മം പറഞ്ഞു എന്തിനും എതിരും ഞാൻ കൂടെയുണ്ട്, എന്തിനും തയ്യാറാന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് നമുക്കത് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവരതിനായിട്ട് ഇറങ്ങിത്തിരിക്കുവാണ്. ആ സമയത്ത് ഗോമതി വല്ലാത്തൊരു വിഷമത്തിൽ തന്നെയാ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആനന്ദ് അങ്ങോട്ട് വന്നു. ആനന്ദ് വന്നു കഴിഞ്ഞപ്പോൾ ഗോമതി എന്നിട്ട് ചോദിച്ചു, എന്തായുടെ മോനെ കാര്യങ്ങള്? ആ മീനാക്ഷിയുടെ കാര്യത്തിൽ വല്ല തീരുമാനമായോ? അവളെ വിടുവോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, ഒന്നും ആയിട്ടില്ലമ്മേ, എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പം 2 ദിവസം കോടതി അവധിയാന്നാ കേട്ടത്. ദൈവമേ, എൻ്റെ മോള് 2 ദിവസം അപ്പം പോലീസ് ലോക്കപ്പിൽ കിടക്കേണ്ടി വരുമോയെന്ന് ചോദിച്ചു. അമ്മ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ആകെപ്പാടെ ടെൻഷനായിപ്പോയി ഗോമതിക്ക്. ഗോമതിയാണ് വല്ലാത്തൊരു വാശിയിലാണ്. തനിക്ക് മീനാക്ഷിയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധത്തിലാണ് അനു ശ്രീദേവിക്ക് അടക്കി നിർത്തുന്നത്. ഇപ്പം അങ്ങോട്ടേക്ക് പോലും കാണാൻ പറ്റില്ല. എപ്പോഴും അങ്ങനെ പോയി കാണാനൊന്നും പറ്റില്ല. അമ്മയൊന്ന് അടങ്ങ, ഒന്ന് സമാധാനിക്കാനൊക്കെ പറയുന്നുണ്ട്. ഗോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മീനാക്ഷി ആണെങ്കിലോ ഒരു കൈക്കൂലി മേടിക്കുന്നവളല്ല. നേരെ വാ എന്നൊരു സ്വഭാവക്കാരിയാ. അതുകൊണ്ട് മനഃപൂർവ്വം ആരോ അവളെ കുടുക്കി തന്നുള്ള കാര്യം ഗോമതിക്കും മനസ്സിലായി. ആ സമയത്ത് CA അച്യുതം വിളിക്കുവാണ്. അച്യുതം വിളിച്ചിട്ട് ചോദിച്ചു, എന്തായിടോ കാര്യങ്ങളൊക്കെ? അവള് കുറ്റസമ്മതം നടത്തിയോന്ന് ചോദിച്ചു. ഇല്ല, അവള് കുറ്റസമ്മതമൊന്നും നടത്തിയിട്ടൊന്നുമില്ല സാറേ. അവൾ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുക, തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. വരുന്നിടത്ത് വെച്ചാൽ കാണാന്നുള്ള രീതിയിൽ അവളുടെ പുറപ്പാട്. കോടതി വെച്ച് കാണാമെന്ന് പറഞ്ഞ് അവളിരിക്കുന്നത്. പിന്നെ അവളുടെ വീട്ടുകാർ വന്നിട്ട് വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് പോയിട്ടുണ്ട്. അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. എടോ, താനൊരു കാര്യം ചെയ്യുക, അവളുടെ അടുത്തേക്കല്ല, ആ ലൈസൻസിന്റെ പേപ്പർ ഉണ്ടല്ലോ, അതേ സൈൻ ചെയ്യുവാണെങ്കിൽ അവളെ വെറുതെ വിട്ടേക്കാന്ന് പറ. പിന്നെ ഇനിയിപ്പോൾ അവൾക്ക് വേറെ പ്രശ്നമൊന്നും കാണത്തില്ലെന്ന് പറ. അങ്ങനെ അത്തേലൊന്ന് ഒപ്പിട്ട് മേടിക്കാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ കേസിൽ നമ്മൾ കൂലിപ്പോവാന്നൊക്കെ പറഞ്ഞു നോക്കാൻ പറഞ്ഞു. പിന്നെ ആ പേപ്പറെ സൈൻ ചെയ്യിക്കുവാണെങ്കിൽ അതിൻ്റെ ഗുണം തനിക്കായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ CA പറഞ്ഞു, ഞാൻ നോക്കാം. അവളല്ല, അവളുടെ വലിയവളെ കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യിക്കുമെന്ന് പറഞ്ഞു. താൻ ധൈര്യമായിട്ട് ഇരിക്കണമെന്നൊക്കെ അച്യുതനോട് പറഞ്ഞു. അച്യുതൻ പറഞ്ഞു, അത്ര പെട്ടെന്നൊന്നും പിടിതരുന്നവളല്ല അവള്. അവളെക്കുറിച്ച് അത്ര നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാന്ന് പറഞ്ഞു. സാരമില്ല, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളെന്ന് CA വലിയ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് പറയണത്. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് CA എന്ത് ചെയ്തു, അച്യുതൻ കൊടുത്ത ആ പേപ്പറൊക്കെ ആയിട്ട് നേരെ മീനാക്ഷി അടുത്തേക്ക് എല്ലുവാണ്. അപ്പോഴേക്കും ഒരു വനിതാ കോൺസ്റ്റബിളും കൂടെ വന്നു. പിന്നീട് മീനാക്ഷിയോട് പറഞ്ഞു, അതെ, നിനക്ക് ഈ കേസിൽ നിന്ന് ഊരി പോണെങ്കിൽ, നീ നിരപരാധിയാന്ന് വരണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, ഇത്തേലൊന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മീനാക്ഷി ചോദിച്ചു, ഇതെന്ത് പേപ്പറാ സാറേ? ഇതൊരു ലൈസൻസിന്റെ പേപ്പറാ. ഇത്ര സൈൻ ചെയ്യുവാണെങ്കിൽ നിന്നെ കുറ്റവിമുക്തയാക്കാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്ക് മനസ്സിലായി കളി എവിടുന്നാ വന്നേന്നുള്ള കാര്യം. അപ്പൊ കൃഷ്ണമംഗലംകാരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ ഇടാൻ പറ്റില്ലല്ലോ. മീനാക്ഷി പറഞ്ഞു, സാറേ, ഞാൻ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഒരു കുറ്റബോധമില്ല. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എന്നെ തൂക്കിലേറ്റാനൊന്നും വിധിക്കില്ലല്ലോ. കൂടി പോയിട്ടാണെങ്കിൽ കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടി വരും. ഞാൻ കിടക്കാൻ തയ്യാറാ. പക്ഷെ എവിടെ എപ്പോഴും സത്യം മാത്രമേ ജയിക്കുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും സാറേന്ന് പറഞ്ഞു. എന്താടി നീ ഞങ്ങളെ പഠിപ്പിക്കുകയാണെന്ന് ചോദിച്ചു. സാർ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കൈക്കൂലി മേടിച്ചിട്ട് ഇതുപോലത്തെ വൃത്തികെട്ട പരിപാടിയായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. മീനാക്ഷിനെ അതിന് കിട്ടത്തില്ല. ഇപ്പൊ ഇത് വന്ന വഴി എനിക്ക് മനസ്സിലായി സാറേ. എന്നെ മനഃപൂർവ്വം കുടുക്കിയതാണെന്നും മനസ്സിലായി. പക്ഷെ ഉണ്ടല്ലോ, സാർ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചോ, ദേവമംഗലംകാരെ കുറിച്ച് സാറിന് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ. ഈ കേസ് ഞാൻ പുഷ്പം പോലെ ഊരിപ്പോരും. സാർ അത് കണ്ടോളാൻ പറഞ്ഞു. അത് കേട്ടിനിപ്പോൾ അയാൾ അടിക്കാനായിട്ട് കൈ ഒങ്ങണം. മീനാക്ഷി പറഞ്ഞു, എൻ്റെ ദേഹത്ത് തൊട്ടുപോയാണ്ടല്ലോ സാർ ഉദ്ദേശിക്കുന്ന പോലൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. മീനാക്ഷിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം തന്നെ മനഃപൂർവ്വം കുടുക്കിയതാണ്. അതിന് ഇയാൾക്കും പങ്കുണ്ടെന്നുള്ള കാര്യം മീനാക്ഷിക്ക് മനസ്സിലായി. അപ്പൊ ആകാശാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അതല്ല, കൃഷ്ണമംഗലംകാരാണ് ഈ ചതിക്ക് പിന്നിൽ നിന്നുള്ള സത്യങ്ങളൊക്കെ ഒടുവിൽ മീനാക്ഷി അങ്ങ് തിരിച്ചറിയുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം കൃഷ്ണമംഗലംകാർ എന്തൊക്കെ കളി കളിച്ചാലും ഒടുവിൽ മീനാക്ഷി ഒരു ദിവസം പോലും ലോക്കപ്പിൽ കിടത്താനായിട്ട് ആരും ആകാശം ധർമ്മനും ഒന്നും സമ്മതിക്കില്ല. അവരെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരും. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. ആ കഥയ്ക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.